ദുലീപ് ട്രോഫി ക്രിക്കറ്റിൽ സൗത്ത് സോൺ ടീമിനെ നയിക്കുന്നത് മലയാളി താരം മുഹമ്മദ് അസറുദ്ദീനാണ്. വമ്പൻ താരങ്ങൾ അണിനിരക്കുന്ന ടൂർണമെന്റിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് അസർ. സമ്മർദ്ദങ്ങളില്ലാതെ കളിക്കണമെന്നാണ് സഞ്ജു സാംസൺ നൽകിയ ഉപദേശമെന്ന് മുഹമ്മദ് അസറുദ്ദീൻ 24 പറഞ്ഞു. അനിൽ വാസുദേവിന്റെ റിപ്പോർട്ട്. കേരള താരം മുഹമ്മദ് അസറുദ്ദീൻ 24 ചേരുന്നു. അസറുദ്ദീൻ, വലിയൊരു സന്തോഷ വാർത്ത വന്നിരിക്കുന്നത് ദിലീപ് ട്രോഫിയിലേക്കുള്ള ടീമിൽ സെലക്ട് ആയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ 30 തവണ ക്യാപ്റ്റൻ എന്ന ഉത്തരവാദിത്വം കൂടിയുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കുറേ വർഷങ്ങൾ ഫസ്റ്റ് ക്ലാസ് കളിച്ചതിന് ശേഷമാണ് ഒരു ദുലീപ് ട്രോഫി എൻട്രി കിട്ടിയത്. നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രഷറെ ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു ലെവൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ദുലീപ് ട്രോഫി എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഇന്ത്യ എ ടീം പോലെയാണ് ബാക്കിയുള്ള ടീംസൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ടൂർണമെൻറ്റ് തന്നെ കുറച്ചുകൂടി കളറാണ് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഇപ്പോൾ തന്നെ പല പല ടീമുകളിലായി വരുന്നു. കുറച്ചുകൂടി ടഫർ കോമ്പറ്റീഷൻ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യേണ്ടത്. തീർച്ചയായും ഇപ്പം നോക്കി ഇന്ത്യ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്ത്യ കളിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ടീംസിൻ്റെ കൂടെ പെർഫോം ചെയ്താലേ നോട്ടീസ് ചെയ്യുള്ളൂ. നമ്മൾ എന്താ പറയുക, കോമ്പറ്റീറ്റീവ് അല്ലാത്ത ക്രിക്കറ്റ് കളിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് ഇന്ത്യൻ ടീമിൽ കയറാനോ ഇല്ലെങ്കിൽ അവിടെ സർവൈവ് ചെയ്യാനോ പറ്റണമെന്നില്ല. തീർച്ചയായിട്ടും ഇന്ത്യ കളിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടീമുമായിട്ട് കോമ്പീറ്റ് ചെയ്യണം. അവരെക്കാട്ടിലും ഔട്ട് സ്മാർട്ടായിരിക്കണം, ഒരു സ്റ്റെപ്പ് മേലെ നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ നല്ല ടീംസ് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പെർഫോം ചെയ്താൽ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നുള്ളതാണ്. എന്താണ് സഞ്ജുവിൻ്റെ ഉപദേശം എന്തായിരുന്നു? ഇല്ല, സഞ്ജു എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ പുറത്ത് സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരാളാണ് സഞ്ജു. IPL ആണെങ്കിൽ, ഇന്ത്യ ആണെങ്കിൽ, ഇന്ത്യൻ ടീമാണെങ്കിൽ. അപ്പോൾ സഞ്ജു പറയുന്നത് കേരളത്തിലെ കാലിബറിന് ഒരിക്കലും സംശയമില്ല, ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടെയുള്ളത്. ചില സമയത്ത് നമ്മൾ പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റാണ്ട് പോകുന്നുണ്ട്. സഞ്ജു പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്തു എന്നുള്ളതല്ല സഞ്ജു പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ ഒരു 70-80% നമ്മൾ ഈ പ്രാവശ്യത്തെ രഞ്ജി ട്രോഫിയിൽ ചെയ്തതാണ് മൂപ്പർ പറയുന്നത്. എന്തായാലും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അപ്പോൾ സീസൺ അടിപൊളിയാവട്ടെ, കേരളത്തിൻ്റെ സീസൺ അടിപൊളിയാവട്ടെ. തൊട്ടടുത്തായിട്ട് ദിലീപ് ട്രോഫിയാണ്, അതിൽ പെർഫോം ചെയ്യട്ടെ. ഇന്ത്യൻ ടീമിലേക്ക് നമ്മൾ വൈകാതെ തന്നെ എത്തിപ്പിടിക്കുമെന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു സോ മച്ച്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് മുഹമ്മദ് അസറുദ്ദീൻ. ദിലീപ് ട്രോഫിയിലൊക്കെ തന്നെ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് ഇന്ത്യൻ ടീമിലേക്കുള്ള വിളി വൈകാതെ തന്നെ നമുക്ക് മുഹമ്മദ് അസറുദ്ദീനിൽ എത്തുമെന്നും നമുക്ക് കരുതാം. തിരുവനന്തപുരത്ത് നിന്ന് സന്തോഷിനൊപ്പം അനിൽ വാസുദേവ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.